നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആ സ്ഥാപനത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കുറേയധികം പ്രൊഡക്റ്റുകളുണ്ടാകും. ഇതെല്ലാം പർച്ചേസ് സെൻറ്റർ വഴി ചെയ്യുക, അല്ലെങ്കിൽ 1 by 1 ആയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹൊറിബിൾ ജോബ്. അതൊന്നും താങ്ങാൻ സാധിക്കില്ല, കാരണം അത്രയ്ക്കും അധികം പ്രൊഡക്റ്റുകളുണ്ടാകും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റാക്ക് അറേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ശ്രദ്ധ കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഈ പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യാൻ കുറച്ചൊരു ഇറിറ്റേഷൻ തോന്നും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റുകളെല്ലാം ഈ സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യണം. വിത്ത് സെയിൽ പ്രൈസ്, പർച്ചേസ് പ്രൈസ് എല്ലാം ആഡ് ചെയ്യുകയും വേണം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? നമുക്ക് എക്സൽ ഷീറ്റിൽ കൂടി ബൾക്കായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്. അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എക്സൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. പ്രോഡക്ട്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡൗൺലോഡ് സാമ്പിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇതൊന്ന് സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്തു, സക്സസ്ഫുള്ളി സേവ്ഡ് ഇൻ ഡെസ്ക്ടോപ്പ്. ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രോഡക്ട്സ് കേട്ടോ. പ്രോഡക്ട്സ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണത്. അപ്പോൾ കുറേയധികം പ്രൊഡക്ട്സുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഈ പ്രൊഡക്ട്സുകളൊന്നും എല്ലാം മീൻസ് ഇതിനകത്ത് ഓൾറെഡി ഉള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് മാറ്റിക്കളയുക. ബാക്കിയുള്ള ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഞാൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പം 497 പ്രൊഡക്ട്സ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം 497 ബാലൻസ് നമ്മൾ എൻ്റർ ചെയ്ത് പോയാൽ മതി. അപ്പം 498 നമുക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ 498 എന്ന് പറഞ്ഞ നമ്പർ ഇട്ടു. പി 491 ഇടാം, അല്ലെങ്കിൽ ചുമ്മാ 491 ഇട്ടാലും മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തേക്കുക. നമ്മൾ നമ്മുടെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ കേബിൾ, പെൻസിൽ, പിന്നെ നമുക്ക് റിമോട്ട്, പ്രിൻ്റർ, ഫോൺ കവർ, പെപ്പർ, ആപ്പിൾ, മാംഗോ ജ്യൂസ്, ബ്ലാക്ക് പെപ്പർ, പിന്നെ നമുക്ക് ടേബിൾ. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ തോറും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് പോകാം. ഇവിടെ നമുക്ക് കാറ്റഗറി ഐ ഡി ആണ് ശരിക്കും വരുന്നത്. കാറ്റഗറി ഐ ഡി എന്താണ്? ഈ കാറ്റഗറി ഐ ഡി നമ്മളിപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ മാസ്റ്റർ എൻ്ററിൽ ഇവിടെ നിന്ന് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ കാറ്റഗറിയും സബ് കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സബ് കാറ്റഗറിക്കകത്ത് ഈ കാണുന്നതാണ് ഈ ഐ ഡി എന്ന് പറയുന്നത്. ഇത് ഇവിടെ 1, 2 നമുക്കിവിടെ വേണമെങ്കിൽ ജനറൽ ആഡ് ചെയ്യാൻ. ജനറൽ ആകുമ്പോൾ 1 എന്ന് പറഞ്ഞ നമ്പറിൽ വന്നോളും കേട്ടോ. 1 എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, സബ് കാറ്റഗറി ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മിക്സ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ മിക്സ് ഐറ്റംസ് നമുക്കിപ്പോൾ മെയിൻ കാറ്റഗറി ജനറൽ ഇടാം. അതിനുശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ കാറ്റഗറി എഴുതി നമുക്ക് 3 ഉപയോഗിക്കാം മിക്സ് ഐറ്റംസിന് കേട്ടോ. അങ്ങനെ നമുക്ക് ആ എക്സൽ ഷീറ്റിൽ കൊണ്ടുപോയി 3 ഇടാം. ഈ എക്സൽ ഷീറ്റ് പോവുക, ഇവിടെ 3 ഇടുക കേട്ടോ. ഇവിടെ എല്ലാത്തിനും 3 ഇട്ടേക്ക്, താഴെ വരെ 3. ഇനി വേറെ ഏതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. HSN കോഡ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ ഇടണ്ട. പർച്ചേസ് പ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക. ഫോർ എക്സാമ്പിൾ 100 ഇട്ടു, ഞാൻ 110 ഇട്ടു. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ ചുമ്മാ ഇട്ടതേ ഉള്ളത്. നമ്മുടെ പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. പിന്നെ സെയിൽ റേറ്റ് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. 130, 140 അങ്ങനെ പറഞ്ഞ് നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മുടെ എത്രയെന്ന് വെച്ചാൽ സെയിൽ പ്രൈസ് അത്ര ഇടുക. ഞാൻ ജസ്റ്റ് നമ്മുടെ ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഇടുന്നതേ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് CGST, SGST, IGST ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നമുക്ക് 0 എന്ന് ഇടാം. GST ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പോൾ 18% ഇട്ടിരിക്കുന്ന GST കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ഡ്രാഗ് ചെയ്താൽ മതി. 9 ഇടുക, ഇവിടെ വന്നു. ഓക്കെ കേട്ടോ. സെസ് ഉണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. കണ്ടില്ലേ? അപ്പോൾ സെസ് ഇവിടെ 0 എന്നല്ല വന്ന്. ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ 1 എന്ന് പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് ഇട്ടാൽ മതി. നമുക്ക് ഹോൾസെയിൽ നമ്മൾ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലിൻ്റെ പ്രൈസ് ഇടാം. ഹോൾസെയിൽ എന്ത് പ്രൈസിന് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കണം. ഇതെല്ലാം പീസസിലാണ് വിൽക്കണമെങ്കിൽ പീസസ് എന്ന് പറഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇടുക. KG ആണെങ്കിൽ KG, എല്ലാ യൂണിറ്റും ഇടാൻ സാധിക്കും. മീറ്റർ, അങ്ങനെയുള്ള ഒരുപാട് യൂണിറ്റുകളുണ്ട്. കൺവേർഷൻ വാല്യൂ 1 തന്നെ ഇട്ട് ഞാൻ.
അത് കൺവേർഷൻ വാല്യൂ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കുക. അതായത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, കൺവേർഷൻ വാല്യൂ ഒരു ബോക്സിനകത്ത് 12 പീസ് വന്നു, അത് നമ്മൾ പീസസ് ആക്കി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് അത് വയ്ക്കുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് യൂണിറ്റ് കൺവേർഷൻ ആകും. അതൊരു ഇച്ചിരി വലുത് വീഡിയോ ആണ്, അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കൺഫ്യൂസ് ആയി പോകും. അത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. മിനിമം സ്റ്റോക്ക് അലേർട്ട് ഞാൻ ഒരു പീസ് വെച്ചിട്ടു. എന്താ ഈ മിനിമം സ്റ്റോക്ക് അലേർട്ട് എന്ന് വെച്ചാൽ, നമ്മളെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു 200 പീസ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ, അത് വിറ്റ് ഇപ്പോൾ ഒരു പീസിലാകുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും, ഈ പീസ് സ്റ്റോക്ക് തീരാൻ പോകാം. അതേസമയം നമ്മൾ മിനിമം സ്റ്റോക്ക് 5 പീസ് ഇട്ടെന്ന് വെച്ചോ, 5 പീസ് സെയിൽ ചെയ്ത് 5 പീസിലെത്തുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും, ഇത് തീരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 5 ആണോ ഇടണം, 3 ആണോ ഇടണം, 2 ആണോ ഇടണം, നമുക്ക് തീരുമാനിക്കും ഓരോ പ്രോഡക്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ MRP ഇടുക. MRP നമ്മളിപ്പോൾ സെയിൽ പ്രൈസിനേക്കാളും കുറച്ചുകൂടി കൂട്ടിയിടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണാൻ സാധിക്കും. റീറ്റെയിൽ സെയിൽ പ്രൈസ് മൈനസിലൊക്കെ പോയല്ലോ, നമുക്കതൊന്ന് ശരിയാക്കണം. 140 ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നില്ലായിരുന്നു. ഇപ്പോൾ അത് കട്ട് ചെയ്യണേ. നമുക്ക് ഈ ഒരു പ്രൈസ് ഇപ്പോൾ നമ്മൾ റീറ്റെയിൽ സെയിൽ പ്രൈസിനേക്കാളും 10 രൂപ കൂട്ടിയിടാം. MRP എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ഹാൻഡിൽ ചെയ്യാം. 150 വെച്ചിട്ടു, ഇത് 160 ഇട്ടു, അങ്ങനെ 10-20 രൂപ ഞാൻ കൂട്ടിയിട്ടു. അപ്പോൾ ആ ഒരു കൂട്ടിയിടുന്നതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഗോഡൗണിൻ്റെ റാക്കിൻ്റെ നമ്പറൊക്കെ ഇടണമെങ്കിൽ അതൊക്കെ ഇടാം. റാക്ക് നമ്പർ, നമ്മുടെ ഈ ഷെൽഫിൻ്റെയൊക്കെ നമ്പറുകളെല്ലാം ഇടണമെങ്കിൽ ഇടാം. ഓപ്പണിംഗ് സ്റ്റോക്കുകളെല്ലാം ഒരു 1000 പീസ് വെച്ചുണ്ടോ, 120 പീസുണ്ടോ, 150 പീസ്, അങ്ങനെ എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. കണ്ടില്ലേ, ഇതിപ്പോൾ 150 ആണെങ്കിൽ 150, ബാക്കിയുള്ളതൊക്കെ 150 പീസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇട്ടു. പിന്നെ ഈ ബാർകോഡ് എന്ന് പറഞ്ഞൊരു കമ്പൽസറി ആയിട്ടുള്ള സംഭവമാണ്. ഇത് ബാർകോഡിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ബാർകോഡ് എന്ന് പറയുന്നത് ചില പ്രൊഡക്റ്റുകൾ ഓൾറെഡി ബാർകോഡ് ഉണ്ടാകും. അത് ഇവിടെ സ്കാൻ ചെയ്ത് നമ്മൾ ബാർകോഡ് കണ്ടെടുത്ത് വെച്ച് ഇവിടെ ഇങ്ങനെ മൗസ് വെച്ചിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നോളൂ. ഇനി അഥവാ ബാർകോഡ് ഇല്ലാത്ത പ്രൊഡക്റ്റുകളുണ്ട്, അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ എക്സലിൽ തന്നെ 5001 5002 ഇങ്ങനെ സീരിയലായിട്ട് നമ്പർ ആഡ് ചെയ്ത് പോവാം. അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് ബാർകോഡ് പ്രിൻ്ററിൽ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് ഒട്ടിക്കുകയും ചെയ്യാം. ഇനി അഥവാ നമുക്ക് ഡിഫാൾട്ടായിട്ട് ബാർകോഡ് കമ്പനി ബാർകോഡുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് മൗസ് വയ്ക്കുക, സ്കാൻ ചെയ്തുള്ള ആ ബാർകോഡിൻ്റെ നമ്പർ അവിടെ വന്നോളൂ. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിലുള്ള ബാർകോഡ് തന്നെ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ട് ക്വാണ്ടിറ്റി വന്നിട്ടു. ഈ ഡിഫോൾട്ട് ക്വാണ്ടിറ്റി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ തുണി ഐറ്റംസ് ഉണ്ട്, 1.2 മീറ്റർ, 1.5 മീറ്റർ, 2.2 മീറ്റർ, എന്താ ക്വാണ്ടിറ്റി ഒന്നായിട്ട് എടുക്കും. പക്ഷേ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ 1.2 മീറ്റർ എന്ന് പറഞ്ഞു വരും, അല്ല 1.8 മീറ്റർ എന്ന് പറഞ്ഞു വരും. നമ്മൾ 1 മീറ്ററിൻ്റെ ആയിരിക്കും പ്രൈസ് ഈ സോഫ്റ്റ്വെയറിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1.2 മീറ്റർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 100 രൂപയാണ് 1 മീറ്റർ ഇട്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 120 ബില്ല് കട്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇത്. ബേസിക്കലി നമുക്ക് ഗാർമെൻറ്റ്സിൻ്റെ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഗ്ലാസിൻ്റെ ആൾക്കാർ, ഗ്ലാസ് വർക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്, ഗ്ലാസ് സ്ക്വയർ ഫീറ്റ് കട്ട് ചെയ്യുന്നത്. പിന്നെ ചില പൈപ്പുകളൊക്കെ വിൽക്കുന്ന ആൾക്കാരും ഈ ഒരു ഓപ്ഷൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ബസ് ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യുക. ഇവരെ ഒന്ന് സേവ് ചെയ്ത് കണ്ടോ, സേവ് ചെയ്യണം ബട്ടൺ ഞാനൊന്ന് സേവ് ചെയ്ത് ഇവിടെയാണ് സേവ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഇവരെ ഒന്ന് എക്സൽ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം സോഫ്റ്റ്വെയറിനകത്തേക്ക്. ഇപ്പോൾ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് എത്ര പ്രൊഡക്റ്റുകളുണ്ടെന്ന് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ഇവരെ ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അതുകൂടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ റെക്കോർഡ്സിനകത്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഓപ്ഷനുണ്ട്, ഷോ ഓൾ ദ ഐറ്റംസ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, താഴത്തേക്ക് എടുത്ത് ഒരുപാട് പ്രൊഡക്റ്റുകളിവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് ഐറ്റംസ് 310 എന്നാണ് ഇവിടെ സ്റ്റോക്കിൽ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ താഴത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 310 നമ്പർ ഓഫ് ഐറ്റംസ് കണ്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സ്റ്റോക്കിനകത്ത് വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ തന്നെ തിരിച്ചു പോവാം. പോയിട്ട് പ്രൊഡക്ട്സിൽ തന്നെ പോവാം. ഇവിടെ നമുക്കുണ്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ആ ഇമ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഫോർമാറ്റ് ഓപ്പൺ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റ് തന്നെയല്ലേ ഇത്? കറക്റ്റ്.
ഇതിനകത്തൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് നമുക്ക്. അതായത് ഈ പ്രൊഡക്റ്റ് ഐ ഡി നമ്പർ നമ്മൾ സെയിം നമ്പർ ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് കണ്ടിന്യൂസ് നമ്പർ ഇടണം. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് ഐ ഡി നമ്പർ 498 499 എന്ന് പറഞ്ഞ് വന്നത് കണ്ടോ, 499 കണ്ടോ, ഇങ്ങനെ വരേണ്ടത്. ഇതൊരു സീരിയസ്ലി പോകണം. സെയിം നമുക്ക് കോപ്പി ചെയ്ത് ഇപ്പുറത്ത് വയ്ക്കാം. ശരിയായില്ലേ? 509 വരെയായി. സീരിയൽ നമ്പർ എടുക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ കുറേ പ്രോഡക്ട്സുകൾ ഇടാണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി 300 ചില്ലുവാനും പ്രോഡക്റ്റേ ഉള്ളൂ. നമുക്ക് 500 ചില്ലുവാനും വരെ സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് അത് സീരിയൽ നമ്പറുകൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രോഡക്ട്സ് നമ്മൾ സെയിം ആസിറ്റീസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് ബട്ടൺ കുത്തി പ്രോഡക്റ്റ് ഫോർമാറ്റ് ഞാനത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം വന്നു. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം എല്ലാം വന്നിട്ടുണ്ടോ. ഓ യെസ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ആ റെഡ് കളറിൽ കണ്ടൊക്കെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ കാര്യം. റെഡ് കളർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് നമുക്ക് സേവ് ചെയ്തേക്കാം. സേവ്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് വളരെ വൺ ക്ലിക്കിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്രയോ, ഫോർ എക്സാമ്പിൾ 5000 10,000 പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു 500 എണ്ണം വെച്ചിട്ട് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടും. ഏതൊക്കെയാണ് മിസ്റ്റേക്ക് കാര്യങ്ങളെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ അപ്ലോഡ് ചെയ്ത പ്രൊഡക്റ്റുകളുടെ എക്സൽ ഷീറ്റ് ഞാൻ വീണ്ടും ഒന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ബാർകോഡ് കാണാൻ സാധിക്കും. 5000 1 2 3 4 5 6 എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ പെൻ പെൻസിൽ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ടോ നമ്മൾ പ്രൊഡക്റ്റുകളുണ്ട്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കളയാം. സെയിൽ പാനലിൽ പോയി സെയിൽ എൻട്രി എടുത്തു. നമുക്കിവിടെ POS ഒന്ന് ലോക്ക് ചെയ്യാം. B2C കൗണ്ടറാണ്. നമുക്ക് കസ്റ്റമർക്ക് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ കസ്റ്റമറുടെ പേര് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വിൽക്കും. B2B. ഇപ്പോൾ നമ്മളിവിടെ ബാർകോഡിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് 5002 എൻ്റർ അടിക്കണം. പെൻസിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം. 5003 കണ്ടോ, 5004 കണ്ടോ, 5005 5006 5007 കണ്ടില്ലേ, 5008 5009 5008 10 അല്ലേ, 10 കണ്ടോ. ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം വന്നു. നമുക്കിങ്ങനെ ആഡ് ചെയ്യാം. ഓൾറെഡി ആഡഡാണ്. നമുക്കിവിടെ സേവ് ചെയ്യാം. ആഡ് ടു കാർട്ട്, സേവ് ആൻഡ് പ്രിന്റ്. നമുക്ക് പ്രിവ്യൂ നോക്കിക്കളയാം കേട്ടോ. ഓഹോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻവോയ്സ്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കളയാം. വേണ്ടേ? പെൻ പെൻസിൽ. നമ്മളിപ്പോൾ എക്സൽ ഷീറ്റ് വഴി ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് ബില്ലടിക്കാനുള്ള സംവിധാനമുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത്. അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയറാണ് Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ഒരുപാട് ടൺ ഓഫ് ഫീച്ചേഴ്സുണ്ട്. ഇത് 1 by 1 കുറേശ്ശെ നമുക്കത് വീഡിയോ എടുത്തെടുത്ത് പോവാം. താങ്ക് യു. ബൈ.